അങ്ങനെ മറ്റൊരു ഓണക്കാലം കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓണക്കാലം ഓരോ കാലയളവിനനുസരിച്ച്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ സെലിബ്രേഷൻസിന്റെ രീതിക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 10 കൊല്ലം മുന്നേ ഓണം ആഘോഷിച്ച് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ആളുകളെ പോലല്ല ഇപ്പം നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഡിഫറൻസ് ആയിട്ടുണ്ട്. ഇപ്പം കുട്ടികൾക്കിടയിലാണെങ്കിലും ഇപ്പം പഠിക്കുന്ന പിള്ളേർ കോളേജിലൊക്കെ ആണെങ്കിലും അതിന്റെ ആ ഒരു സെലിബ്രേഷൻസിന് ഒരുപാട് മാറ്റം വന്നു. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പിന്നിലൊന്നും അല്ല. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ എന്താണെന്നറിയോ, ഒരു 2000 കഴിഞ്ഞിട്ട് 2010 2015 സമയത്തൊക്കെ, അപ്പൊ ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത് 2015 സമയത്തൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയാണെന്നറിയോ, നമുക്ക് ഒരു ഈ ക്ലാസ്സിൽ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ അത്തപ്പൂക്കള മത്സരത്തിന് തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ വേറൊരു അത്തപ്പൂക്കളും അവരുടെ ക്ലാസ്സിൽ നല്ലൊരെണ്ണം മറ്റേ വീട്ടിൽ നിന്നൊക്കെ പൂക്കളും കൊണ്ടിരുന്നു കേട്ടോ. എന്തെങ്കിലും വാങ്ങിക്കൊന്നുമല്ല, എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ അവരുടെ വീട്ടിന്റെ മുറ്റത്തുള്ള പൂക്കളും പറമ്പിലൊക്കെ ഉള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് വരും. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്യും. അപ്പൊ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലുള്ള അത്തപ്പൂക്കളം ഇടുന്നവൻ കാണുമല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് സ്പൈ വെക്കും, ഒരു 3 കമ്പനിക്കാരെ വെച്ചിട്ട് നമ്മൾ സ്പൈ വെക്കും. അധികമാരോട് നമ്മൾ പറയും നേരെ നീ പോവുക, അപ്പൊ അത്തപ്പൂക്കള മത്സരത്തിന്റെ അവിടെ അടുത്തുള്ള ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ അടച്ചിടും കിട്ടും, മറ്റേ അതിന്റെ വലിയ ബോംബൊക്കെ ഉണ്ടാക്കുന്ന പോലെ എല്ലാ അതിലൊക്കെ അടച്ചിടും, ജെല്ലൊക്കെ അടച്ചിടും. എന്നുവെച്ചാൽ നമ്മൾ കോപ്പി അടിക്കരുതല്ലോ, അവർ ഫസ്റ്റ് പ്രൈസ് അടിക്കണം നമുക്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഈ സ്പൈ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ സ്പൈ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഇടയ്ക്ക് പോയി ഇങ്ങനെ നോക്കും, ചെറിയ ഗ്യാപ്പ് കിട്ടി ഇങ്ങനെ നോക്കും. അപ്പൊ അതിനകത്ത് അതിന്റെ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ എന്ത് ചെയ്യുന്ന അതിന്റെ സെന്ററിലൊക്കെ നല്ല വിടർന്ന പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങ് ഭയങ്കര ഇതാക്കും. അപ്പൊ ആ സ്പൈ നമ്മളോട് എടുത്ത് ഉടനെ നമ്മുടെ അടുത്ത് വന്ന് പറയും, ഡേ ലവൻ ഉണ്ടല്ലോ, അവൻ ഇച്ചിരി സീനാണ്, അവൻ നടുക്കുള്ള വിടരുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് പറയാം. നമ്മളെ വെക്കുകയല്ലേ നമ്മള് 2 എണ്ണം നല്ല പനിനീര് പോലെ നൈസായിട്ട് ഉള്ള ഒരു പൂക്കളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും. അതായിരുന്നു നമ്മുടെ ആ ഒരു സമയത്തേക്ക് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പൊ ആ ഒരു ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഭയങ്കര സെലിബ്രേഷൻ മൂഡിലൊക്കെ ആയിട്ട് പാട്ട്, ഡാൻസ്, ആഘോഷങ്ങൾ, അങ്ങനത്തെ ഒരു വൈബൊക്കെ ആയിരുന്നു. പക്ഷെ എപ്പോഴും ഓണക്കാലം വൈബാണ് കേട്ടോ. ഏതൊരു കാലയളവ് എടുക്കുവാണെങ്കിലും ഓണക്കാലം ഒന്നും രസമാണ്. എപ്പോഴും ഒരുമയാണല്ലോ. അപ്പൊ ആളുകൾ തമ്മിൽ കൂടുന്നു, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഫാമിലീസിലൊക്കെ ആണെങ്കിലും ആളുകൾ, ഇപ്പം വിദേശത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും വീട്ടിൽ വരുന്ന ഓണമൊക്കെ പ്രമാണിച്ചിട്ട് ക്രിസ്മസ്, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഓണം കുറച്ചും കൂടെ അല്ലേ, ഓണം ക്രിസ്മസ് ഒക്കെ ഏറെക്കുറെ പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും ഓണത്തിനൊരു സ്പെഷ്യൽ ഒരു ഇതുണ്ട്. ചരിത്രത്തിന്റെ ഭാഗം കൂടെയാണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഓണം ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഓണം ഒരുപാടങ്ങ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇനിയിപ്പം ബിവറേജസ് കോർപ്പറേഷന്റെ ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ പിന്നെ എല്ലാ ഓണക്കാലം, ഓണം എന്നില്ല, ക്രിസ്മസ് എന്നില്ല, അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും വിഷയമില്ലാത്ത കേസാണ്. അപ്പൊ എല്ലാവരും നോക്കിയും കണ്ടുമൊക്കെ കേട്ടോ, നോക്കിയും കണ്ടുമൊക്കെ അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഫൺ മെയ്ഡ് വേയുടെ പേരിൽ എല്ലാവർക്കും ഒരു ഹാപ്പിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവരും ഏറ്റവും ഒരു ക്വാളിറ്റി ടൈം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഈ വളരെ ചെറിയ ലൈഫിലെ ഇതുപോലുള്ള മൊമെന്റ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കര എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്കിനി കുറച്ച് കഥകളൂടെ പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ ഈ കോളേജിലേക്ക് എത്തിയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അറിയോ, അപ്പൊ ആ സമയത്തേക്കൊക്കെ ഈ നമ്മുടെ സ്പൈ വെക്കുന്ന പരിപാടിയൊക്കെ നേരത്തേക്ക് അവസാനിപ്പിച്ചു. അതായത് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് വിട്ടിട്ട് എങ്ങനെയാണ് അങ്ങനെ നോക്കേണ്ട പരിപാടിയൊന്നും അന്നത്തേക്കില്ലായിരുന്നു. കോളേജൊക്കെ ആകുമ്പോഴത്തേനും അറിയാമല്ലോ, കോളേജ് എന്ന് പറയുമ്പോഴത്തേനും വേറൊരു വൈബാണ്. അപ്പൊ ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് മാറിയ ഒരു കോളേജ്. ഞാൻ ഒരുപാട് മാറി ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ പഠിച്ച ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാലും ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ അപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൈബായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അപ്പൊ നമ്മൾ ഈ കോളേജിൽ ചെല്ലുമ്പോഴത്തേനും രാവിലെ ചെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതായത് വടംവലിയായിരുന്നു മെയിൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ വടംവലി ടീംസ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതായത് ഞാൻ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങളുടെ ബാച്ചിലെ ഒരു സ്പെഷ്യൽ ബാച്ച് നല്ല മല്ലന്മാരായിട്ടുള്ളവന്മാരെ വെച്ചിട്ട് നമ്മളൊരു വടംവലി ടീം സെറ്റ് ചെയ്യും. തൊട്ടപ്പുറത്തെ ക്ലാസ്സിലും അവന്മാരും കുറച്ചുപേരെ വെച്ചിട്ട് നല്ല നല്ല ജിമ്മന്മാരെയൊക്കെ വെച്ചിട്ട് അവന്മാര് സെറ്റ് ചെയ്ത് നിർത്തും. എന്നിട്ട് ഈ വടംവലിയാണ്. അപ്പൊ ഈ വടംവലിയുടെ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് നടക്കണം. അതായത് ഈ വടം വലിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെ എങ്ങനെയെങ്കിലൊക്കെ എന്റെ വായും തന്നെ പോയി. ഓക്കെ, അവരെയൊക്കെ എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്താലേ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വടംവലി ജയിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി അവന്മാരെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള വഴികളൊക്കെ നമ്മൾ ഇറക്കും. അങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജയിച്ച്, പിന്നെ ഇത് എന്നാ സമ്മാനം കിട്ടുന്നത് അറിയോ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു വാഴക്കൊല ഉണ്ടല്ലോ, വാഴക്കൊല. ഇത് ഒരുപാട് പഴയ കഥയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, കൊറോണയുടെ സമയത്തേക്ക്. അത് ഈ വാഴക്കൊലയാണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്, ഒരു വാഴക്കൊല. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. വാഴക്കൊല എടുത്തോണ്ടിരുന്നു, കോളേജ് ക്ലാസ്സിലേക്ക് വിട്ടിരുന്നു, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ക്ലാസ്സിൽ പെമ്പിള്ളേർക്കൊക്കെ അല്ലെ, എല്ലാവരും ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു കോളേജ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് മെമ്മറീസ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഓണക്കാല സമയത്തെയൊക്കെ
ഉള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉറപ്പായിട്ടും കമന്റ്സ് ഷെയർ ചെയ്യട്ടാ. അപ്പൊ എല്ലാവരും ഓണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നമ്മുടെ ഫൺ മീഡ് വേ ചാനലിൽ പറ്റും, എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.